ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സംഭവം ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ്. ദയവായി ആരും ഇതിനെ ഫേക്ക് എന്നൊന്നും പറയരുത്. ഇതിന് തെളിവുകൾ എൻ്റെ കൈവശം തന്നെ ഉണ്ട്. ഇത് എൻ്റെ മനസ്സിൽ നിന്നോ ഞാൻ ഉണ്ടാക്കിയെടുത്ത കഥയോ ഒന്നും തന്നെയല്ല. എല്ലാം നന്നായി ഡോക്യുമെന്റഡ് ചെയ്ത കാര്യങ്ങളാണ്. ഇത് സംഭവിച്ച വ്യക്തി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ മനുഷ്യന് വെറും വെള്ളത്തിൽ സർഫിംഗ് ചെയ്യാനാണ് പോയത്. പക്ഷേ വെള്ളത്തിനുള്ളിൽ അദ്ദേഹത്തിന് സംഭവിക്കാൻ തുടങ്ങിയൊരു കാര്യം അതൊരു ചെയിൻ ഓഫ് ഇവൻസിന് തുടക്കമായി. അടുത്തതായി എന്തൊക്കെ സംഭവിച്ചുവെന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കൂടുതലും ക്രൈം സംബന്ധിക്കുന്ന വീഡിയോസാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ വെറും ക്രൈം മാത്രമല്ല, ക്രൈം, ഹൊറർ, അതുപോലെ തന്നെ വിചിത്രമായി തോന്നുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണ്. അത് ഞാൻ പങ്കുവയ്ക്കാറുമുണ്ട്. ഈ കഥ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തോന്നും. ഈ മനുഷ്യൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ മനുഷ്യൻ ലോകത്തിലെ അൺലക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന്. ഇതിലേതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അതും ഈ കഥയുടെ അവസാനം. ഈ കഥ മനസ്സിലാക്കാൻ നമുക്ക് വെസ്റ്റ് ആഫ്രിക്കയുടെ തീരപ്രദേശത്തേക്ക് പോകണം, അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക്. 1993 ഏപ്രിൽ മാസം ഒരു ദിവസം രാവിലെ ജോൺ ഡോയൽ എന്ന പരിചയസമ്പന്നനായ ഒരു സർഫർ തന്റെ സർഫ് ബോർഡുമായി വെള്ളത്തിന്മേൽ കാത്തു നിൽക്കുകയായിരുന്നു. വലിയൊരു തിര വരാൻ കാത്തിരിക്കുകയായിരുന്നു, അതിനു മുകളിൽ സർഫ് ചെയ്ത് തീരത്തേക്ക് എത്താൻ. ആ സമയത്ത് ജോൺ പൂർണ്ണമായും ഒറ്റയ്ക്കായിരുന്നു. അയാൾക്ക് ചുറ്റും മറ്റൊരു സർഫറുമില്ല, ടൂറിസ്റ്റുമില്ല. ഏതാനും കിലോമീറ്റർ അകലെ തീരം കാണാം, പക്ഷെ അവിടെയും ആരുമില്ല. അയാൾ കൊണ്ടുവന്ന കാർ മാത്രം തീരത്ത് നിൽക്കുന്നത് കാണാം. ജോൺ ആഫ്രിക്കൻ സ്വദേശിയല്ല. അയാൾ അമേരിക്കയിലെ കൊളറാഡോയിൽ വളർന്നവനാണ്. അവിടെ കഠിനമായ തണുപ്പും മഞ്ഞ്, വലിയ പർവ്വതങ്ങൾ, അത്തരം കാലാവസ്ഥയിലാണ് ജീവിച്ചത്. എന്നാൽ ഇവിടെ ഈ ചൂടുള്ള തീരപ്രദേശത്ത് സൂര്യന്റെ കഠിനത കൊണ്ട് അദ്ദേഹത്തിന്റെ ത്വക്ക് കത്തുന്നത് പോലെ തോന്നി. സൺസ്ക്രീൻ പോലും പുരട്ടിയിരുന്നില്ല. വേഗം വലിയൊരു തിര വരണമെന്ന് ആഗ്രഹിച്ച് കാത്തു നിന്നു. എന്നാൽ ദൂരെയൊന്നും വലിയൊരു തിരയുടെ ലക്ഷണമേ ഇല്ല. ആ സമയത്ത് അയാൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും ഒരു 40-50 അടി അകലെ വെള്ളത്തിനുള്ളിൽ നിന്നും ഒരു വലിയ ഷാർക്കിന്റെ മേൽഭാഗത്തെ ചിറക് അത് വെള്ളത്തിന് മുകളിലേക്ക് ഉയരുന്നത് അയാൾ കണ്ടു. ആ ഷാർക്ക് അവന് ചുറ്റും അങ്ങനെ തിരിഞ്ഞു നടക്കുകയായിരുന്നു. ജോൺ ആ ഷാർക്കിന്റെ മുകൾ ഭാഗം കണ്ടതോടെ അവൻ അത്യന്തം ഭയപ്പെടാൻ തുടങ്ങി. ഒരു നിമിഷം സർഫ് ബോർഡിൽ നിന്നും ചാടി നീന്തി തീരത്തേക്ക് പോയാലോ എന്നുപോലും ചിന്തിച്ചു. പക്ഷെ ഉടൻ തന്നെ മറ്റൊരു ചിന്ത മനസ്സിൽ വന്നു. വെള്ളത്തിലേക്ക് അങ്ങനെ ചാടിയാൽ അവനും ഷാർക്കും ഒരേ വെള്ളത്തിലായിരിക്കും. ഷാർക്ക് വളരെ ദൂരത്ത് നിന്നും എന്തും മണത്ത് കണ്ടെത്താൻ കഴിയും. അവൻ ചാടിയാൽ ഷാർക്ക് അവനെ തുണ്ടു തുണ്ടായി തിന്നുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ആ സമയത്ത് സുരക്ഷിതമായ സ്ഥലം അത് തന്റെ സർഫ് ബോർഡിന്മേലാണെന്ന് അവന് മനസ്സിലായി. കാത്തിരിക്കുകയാണ് ഏക മാർഗം. പക്ഷെ അവന്റെ മുഴുവൻ ശ്രദ്ധയും ഷാർക്കിന്മേൽ തന്നെ. അത് അധികം അടുത്ത് വരരുത്. അവൻ അവിടെ തന്നെ കാത്തു നിന്നുകൊണ്ട് ഒരു 50 അടി അകലെ ചുറ്റിത്തിരിയുന്ന ഷാർക്കിനെ നോക്കിക്കൊണ്ടു നിന്നു. ഒരു വിധത്തിൽ ഷാർക്കും കാത്തിരിക്കുകയായിരുന്നിരിക്കാം. ഈ മനുഷ്യൻ വെള്ളത്തിലേക്ക് ചാടട്ടെ, ഞാൻ വേട്ടയാടാം എന്ന നിലയിൽ. അങ്ങനെ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോൺ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. കടലിനുള്ളിൽ നിന്നും ഒരു വലിയ തിര വരുന്നുണ്ട്. അതിവേഗം അവന്റെ ദിശയിലേക്ക് വരുന്നുണ്ട്. തിര ശ്രദ്ധയിൽപ്പെട്ട ജോൺ സർഫ് ബോർഡിൽ കിടന്നു. സർഫിംഗ് അറിയാത്തവർക്ക് വേണ്ടി പറയാം, തിര വന്ന ഉടൻ തന്നെ മുകളിലേക്ക് അങ്ങനെ കയറാൻ കഴിയില്ല. ആദ്യം ചെറിയൊരു സ്പീഡ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, ഒരു പ്രാരംഭ വേഗത വേണം. അതിനാൽ ജോൺ കൈകൾ വെള്ളത്തിലേക്കിട്ട് ശക്തമായി അടിച്ചു. തിര അവനിൽ എത്തുമ്പോഴേക്കും കുറച്ച് വേഗം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ. പക്ഷെ അവൻ ശക്തമായി ഇങ്ങനെ കൈയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിര അപ്പോഴും കുറച്ച് മീറ്റർ അകലെയായിരുന്നു. താഴേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഷാർക്ക് ഇപ്പോൾ 50-60 അടി അകലെയല്ല, അതിനേക്കാളും അടുത്തെത്തിയിരിക്കുന്നു. ജോൺ ഭയന്ന് പാനിക്കായി. ഉടൻ തന്നെ അവൻ കൈകാലുകൾ അടിക്കുന്നത് നിർത്തി. വെള്ളത്തിനുള്ളിൽ അധികം ചലനം ഉണ്ടാക്കാൻ അവൻ ഭയപ്പെട്ടു. അങ്ങനെ ചെയ്താൽ ഷാർക്ക് കൂടുതൽ ശ്രദ്ധിക്കുമെന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. തിര വന്ന് തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകട്ടെ എന്നവൻ തീരുമാനിച്ചു. ചില നിമിഷങ്ങൾ കാത്തിരുന്നു. അപ്പോഴത്തേക്കും തിര അവന്റെ അടുത്തെത്തി. അവൻ തിരയ്ക്ക് മുകളിൽ കയറി നിൽക്കാനും സാധിച്ചു. ഇപ്പോഴും ലക്ഷ്യം ഒന്നു മാത്രം, ബാലൻസ് നിലനിർത്തി തീരത്തേക്ക് സർഫ് ചെയ്തെത്തുക. സർഫ് ബോർഡ് തിരയുടെ മുകളിൽ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. പക്ഷെ ജോൺ അപ്പോഴും പാനിക്കിലായിരുന്നു. ബാലൻസ് സൂക്ഷിക്കേണ്ടതിൽ അവൻ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു പക്ഷേ ഇത് എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവൻ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ പെട്ടെന്ന് ബോർഡിന് മുന്നിലെ ഭാഗം വെള്ളത്തിനുള്ളിലേക്ക് കുത്തി നീങ്ങി. ഒരു നിമിഷത്തിനകം മുഴുവൻ സർഫ് ബോർഡും വെള്ളത്തിനുള്ളിൽ മറഞ്ഞു. ബോർഡ് വെള്ളത്തിനുള്ളിലേക്ക് മുങ്ങിയതോടെ ജോൺ സ്വാഭാവികമായും വെള്ളത്തിനുള്ളിലേക്ക് പോയി. ഇപ്പോൾ അവന്റെ മനസ്സിൽ ഒരു കാര്യമാണ്, അവനും ഷാർക്കും ഒരേ വെള്ളത്തിൽ, കുറച്ചടി അല്ലെങ്കിൽ ചില മീറ്റർ അകലെ മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും ഷാർക്ക് ആക്രമിക്കാം.
വെള്ളത്തിനുള്ളിൽ നീന്തിക്കൊണ്ടിരുന്ന അവൻ ആദ്യം തിരഞ്ഞത് തന്റെ സർഫ് ബോർഡിനെയാണ്. കുറച്ച് അടി അകലത്തിൽ അത് താഴേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അതിവേഗം നീങ്ങി ആ ബോർഡിനെ പിടിച്ചു. അതിനെ ആശ്രയിച്ച് മുകളിലേക്ക് പൊങ്ങി കാലുകൾ അതിന്റെ മേൽ വെച്ച് വീണ്ടും നിൽക്കാൻ സാധിച്ചു. അവന്റെ പ്ലാൻ അത് വളരെ സിമ്പിളായിരുന്നു. ഒരു തിര നഷ്ടമായി, പ്രശ്നമില്ല, അടുത്ത തിര വരും, അതിൽ കയറി തീരത്തേക്ക് എത്താം. പക്ഷെ ബോർഡിൽ നിൽക്കാൻ തുടങ്ങിയ അടുത്ത ചില സെക്കൻഡിൽ തന്നെ വലിയൊരു പ്രശ്നം വീണ്ടും ഉണ്ടായി. വീണ്ടും അവൻ വെള്ളത്തിലേക്ക് വീണു. ഇപ്പോൾ ആക്രമിച്ചത് മറ്റൊന്നുമല്ല, അതേ ഷാർക്കാണ്. ഷാർക്ക് നേരിട്ട് ബോർഡിന് മുകളിൽ ഇടിച്ചു. ജോൺ വീണ്ടും വെള്ളത്തിലേക്ക് വീണു. പക്ഷേ വീഴുമ്പോഴും ബോർഡ് അവൻ വിട്ടില്ല. അതിനിടെ അവന്റെ കാലിൽ അത്യന്തം ഭയങ്കരമായ വേദന. അവന്റെ ഒരു കാൽ നേരിട്ട് ഷാർക്കിന്റെ വായ്ക്കുള്ളിലേക്ക് കുടുങ്ങിയിട്ടുണ്ട്. താഴേക്ക് നോക്കിയപ്പോൾ തന്റെ കാൽ മുഴുവനും ഷാർക്കിന്റെ വായ്ക്കുള്ളിലാണ്. ആ സമയം ജീവനും മരണവും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ അവിടെ നടന്നു. ജോൺ ഉടൻ തന്നെ കൈകൊണ്ട് ഷാർക്കിന് മുകളിൽ ശക്തമായി മുഷ്ടിയടികൾ കൊടുക്കാൻ തുടങ്ങി. കാരണം അത്തരം സാഹചര്യം ഉണ്ടായാൽ ഷാർക്കിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം അത് മൂക്കും കണ്ണുമായിരിക്കും. അവിടെ അടിച്ചാൽ അത് അസ്വസ്ഥമായി ഇരയെ വിടാൻ സാധ്യതയുണ്ട്. ജോണിനിപ്പോൾ മനസ്സിലായി, ഇതൊരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണ്. അതായത് ലോകമെമ്പാടും മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഷാർക്ക് ഇതാണ്. പ്രത്യേകിച്ച് വെള്ളത്തിനുള്ളിലെ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഇതിന്റെ പേരിലാണ്. ജോൺ വീണ്ടും വീണ്ടും അതിന്റെ മൂക്കിലേക്ക് ഇടിച്ചു. ഒടുവിൽ ഷാർക്ക് അസ്വസ്ഥനായി അവന്റെ കാല് വിട്ടു. ജോൺ വേഗത്തിൽ വീണ്ടും അവന്റെ സർഫ് ബോർഡിന് മുകളിൽ കയറി നിന്നു. പക്ഷെ അവന്റെ കാലിൽ നിന്നും ഇപ്പോൾ ഭയങ്കരമായി രക്തം വാരുന്നുണ്ടായിരുന്നു. അത്രയധികം രക്തസ്രാവം. മുഴുവൻ ബോർഡും ചുവന്നിട്ടുണ്ട്. ചുറ്റുമുള്ള വെള്ളം പോലും ചുവപ്പ് നിറമായി മാറി. ചില കേസുകളിൽ ഈ രക്തത്തിന്റെ ഗന്ധം 100 കണക്കിന് അടി അകലത്തു നിന്നുള്ള ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന് പോലും തിരിച്ചറിയാൻ കഴിയും. ജോൺ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ഒരു ഭീകരമായ സംഭവം. വീണ്ടും അവൻ വെള്ളത്തിലേക്ക് വീണു. അതേ ഷാർക്ക് വീണ്ടും അവന്റെ ബോർഡിൽ ഇടിച്ചു. ഇപ്പോൾ അവൻ ബോർഡിനെ 2 കൈകൊണ്ടും ശക്തമായി പിടിച്ചിരുന്നു. ആ ബോർഡിനെ അവനൊരു ഷീൽഡായി ഉപയോഗിച്ചു. വെള്ളത്തിൽ നേരെ നിവർത്തി പിടിച്ച് ഷാർക്ക് നേരെ വരികയാണെങ്കിൽ ആദ്യം ബോർഡിനെ ആക്രമിക്കുന്ന രീതിയിൽ അവൻ വച്ചു. അത് തന്നെ സംഭവിച്ചു. ചില നിമിഷങ്ങൾക്കകം ആ വൈറ്റ് ഷാർക്ക് വേഗത്തിൽ അവന്റെ ദിശയിലേക്ക് വന്നു. നേരിട്ട് ബോർഡിൽ കടിച്ചു. അക്ഷരാർത്ഥത്തിൽ ബോർഡിന്റെ പകുതിയിലധികം ഭാഗവും അതിന്റെ വായ്ക്കുള്ളിൽ കടിച്ചെടുത്ത് അത് അവിടെ നിന്നും അകന്നു നീങ്ങി. അവശേഷിച്ച ആ പകുതി ബോർഡിന്റെ സഹായത്തോടെ ജോൺ വീണ്ടും പൊങ്ങി നിന്നു. അതിന് മുകളിൽ നിൽക്കാനും എങ്ങനെയൊക്കെയോ അവന് കഴിഞ്ഞു. ഭാഗ്യവശാൽ ഉടൻ തന്നെ മറ്റൊരു തിര വന്നു. തകർന്ന ബോർഡാണെങ്കിൽ കൂടിയും അതിന് മുകളിൽ നിൽക്കുന്ന അവന് തുടക്കത്തിൽ ഒരു ഇനിഷ്യൽ വേഗത കൊടുക്കാൻ സാധിച്ചു. തിര അടുത്തെത്തിയപ്പോൾ ജോൺ അതിന്റെ മുകളിൽ സർഫ് ചെയ്ത് അവസാനം തീരത്തെത്തിയ ശേഷം അവൻ ബോർഡിൽ നിന്നും ഇറങ്ങി. പക്ഷെ നിൽക്കാൻ കഴിയുന്നില്ല. അവന്റെ കാൽ ഭയങ്കരമായി രക്തം വാർന്നൊഴുകുന്നുണ്ട്. കൈമുട്ടുകളുടെ സഹായത്തോടെ മണ്ണിൽ കൂടി മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാർക്ക് ഇപ്പോൾ ഏറെ അകലെയാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് വെള്ളത്തിനുള്ളിൽ മറഞ്ഞു. ഇപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, താനൊരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആക്രമണത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടിരിക്കുന്നു. സന്തോഷിക്കണോ അതോ കാൽ മുറിഞ്ഞ വേദനയിൽ ദുഃഖിക്കണോ? ഒന്നും അറിയാത്തൊരു നിമിഷം. പക്ഷെ ഇപ്പോ ചിന്തിക്കാനൊന്നും സമയമില്ല. അടുത്തൊന്നും മനുഷ്യവാസം ഒന്നുമില്ല. 1 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ മനുഷ്യവാസം ഉള്ളിടത്തേക്ക് എത്താൻ സാധിക്കൂ. ആ വഴിയിൽ ഒന്നും തന്നെ ഇല്ല. വീടുകളില്ല, കടകളില്ല, ആളുകളില്ല, റോഡ് പോലും ശരിയായില്ല. പൂർണ്ണമായും ഒറ്റപ്പെട്ടൊരു തീരപ്രദേശം. ഇഴഞ്ഞിഴഞ്ഞ് അവൻ തന്റെ ലാൻഡ് റോവർ വരെ എത്തി. കാറിന്റെ വാതിൽ തുറന്ന് എങ്ങനെയോ ഡ്രൈവർ സീറ്റിലിരുന്നു. ഇഗ്നീഷനിൽ കീയിട്ട് സ്റ്റാർട്ട് ചെയ്തു. തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു ടീഷർട്ട് എടുത്തു. രക്തം ഇതിനകം തന്നെ കാറിനകത്ത് ഇങ്ങനെ ചോർന്ന് വാരുന്നുണ്ട്. അവൻ ആ ടീഷർട്ട് കീറി തന്റെ തുടയുടെ മുകളിലേക്ക് ശക്തമായി കെട്ടി, രക്തസ്രാവം കുറയ്ക്കാൻ. ഒരു ടൂണിക്കേറ്റ് പോലെ. പക്ഷേ മുറിവ് അത്രയും ആഴവും വലുതുമായിരുന്നു. ഒരു ടീഷർട്ട് കൊണ്ട് യാതൊരു ഭയവുമില്ല. രക്തം തുടർന്ന് ഒഴുകുകയാണ്. പിന്നിലെ സീറ്റിലുണ്ടായിരുന്ന മറ്റൊരു ടീഷർട്ടും കീറി. ഒന്നിനു മുകളിൽ ഒന്നായി അവൻ കെട്ടി. എങ്കിലും രക്തസ്രാവം നിർത്താനായില്ല. അതിനർത്ഥം വ്യക്തമായിരുന്നു, ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊന്നും ഡ്രൈവ് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും മറ്റു മാർഗമില്ല. അവൻ കാർ ഓടിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ അടയാൻ തുടങ്ങി. രക്തം കുറയുന്നതിനാൽ ബോധം പോകുന്ന അവസ്ഥ, അതിനൊപ്പം ഭീകരമായ ദാഹം. വെള്ളം കിട്ടിയാൽ കുറച്ചെങ്കിലും ശരീരം ഒരു ലിക്വിഡ് നിലനിർത്തും. ഒരല്പസമയം കൂടി ഡ്രൈവ് ചെയ്യാനും സാധിക്കും. കാർ ഓടിച്ചുകൊണ്ട് തന്നെ അവൻ പിന്നിലേക്ക് കൈനീട്ടി. കയ്യിൽ ഒരു കുപ്പി കിട്ടി. പക്ഷെ അത് ഒഴിഞ്ഞ ബോട്ടിലായിരുന്നു. ചുറ്റും നോക്കി, അവിടെ എങ്ങാനും വല്ല കുളമോ കിണറോ ടാങ്കോ ഉണ്ടോ എന്ന്. പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു. ആഫ്രിക്കയിൽ അത്യന്തം കഠിനമായ പ്രദേശത്ത് ഒറ്റയ്ക്ക് രക്തം വാർന്നുകൊണ്ട് അവൻ ഡ്രൈവ് ചെയ്തു. കുറച്ച് മിനിറ്റുകൾ കൂടി കടന്നുപോയി. കണ്ണുകൾ പൂർണ്ണമായും അടയാൻ പോകുന്ന അവസ്ഥ. അപ്പോഴാണ് മുന്നിൽ ഒരു വലിയ മരക്കൂട്ടം കാണുന്നത്. അതിനർത്ഥം അവിടെ വെള്ളം ഉണ്ടാകാം. മരങ്ങൾ ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടാകും. അവൻ ഉടൻ കാർ ആ ഭാഗത്തേക്ക് തിരിച്ചു.
ബ്രേക്ക് പിടിച്ചു നിർത്തി. അവിടെ ചെറിയൊരു വെള്ളച്ചാൽ ഒഴുകുന്നത് കണ്ടു. ആ നിമിഷം ജോണിന് ഒരു വലിയ ആശ്വാസ നിമിഷമായിരുന്നു. കാർ ഓഫ് ചെയ്ത് ഇഴഞ്ഞിഴഞ്ഞ് അവൻ ആ വെള്ളത്തിനരികിലെത്തി. ശരീരശക്തി ഒന്നുമില്ല. നേരെ മുഖം വെള്ളത്തിൽ മുക്കി അവൻ വെള്ളം കുടിക്കാൻ തുടങ്ങി. അവന് ഇപ്പോൾ ഒരു കാര്യം മാത്രം വേണം, ഒരല്പം ശാന്തി, അല്പം ജീവൻ. അവൻ മുഴുവൻ നിലത്തും കിടന്നു. തല വെള്ളത്തിനുള്ളിൽ പതിയെ പതിയെ വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇതുവരെയും അതിവേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്ന ഹൃദയം ഇപ്പോൾ പതിയെ ശാന്തമാകാൻ തുടങ്ങി. അവന്റെ മനസ്സിലൊരു ആശ്വാസം. വെള്ളമുണ്ട്, കാറിൽ ഭക്ഷണമുണ്ട്, ഞാൻ രക്ഷപ്പെടും. സമയത്ത് ടൗണിലെത്തിയാൽ രക്ഷപ്പെടും. പക്ഷെ അതേ നിമിഷം അവന്റെ വലതുവശത്ത് ശ്വാസകോശത്തിനരികിൽ ഭയങ്കരമായൊരു വേദന. ജീവനിൽ ശേഷിച്ച ശക്തി മുഴുവൻ ഉപയോഗിച്ച് അവൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവന്റെ വലതുവശം ഏകദേശം പകുതിയോളം അതൊരു സിംഹത്തിന്റെ വായ്ക്കുള്ളിലായിരുന്നു. വെള്ളം കുടിക്കാനായി തല വെള്ളത്തിനുള്ളിലേക്ക് ഇട്ടിരിക്കുമ്പോഴാണ് സിംഹം അവനെ ആക്രമിച്ചത്. അവൻ നോക്കിയപ്പോൾ സിംഹം തന്റെ വായ ശക്തമായി പിടിച്ചു കുലുക്കുകയാണ്. ശരീരത്തിൽ നിന്നുള്ള രക്തത്തിന്റെ ഗന്ധം അതിനെ ആകർഷിച്ചിരുന്നിരിക്കാം. ഇപ്പോൾ ജോണിന് യാതൊരു ശക്തിയും ബാക്കിയില്ല. അവൻ അവസാനമായി ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. കാലിൽ പരിക്കേറ്റ് രക്തമൊഴുകുന്നുണ്ട്. ശരീരം ക്ഷീണിച്ചു. വെള്ളം കുടിക്കാനായി അവൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സിംഹം. ഈ സിംഹത്തിനോട് പോരാടാൻ അവന് ശക്തിയില്ലായിരുന്നു. ഒരു നിമിഷം അവൻ സ്വയം കീഴടങ്ങി. ഇവിടെ തന്നെ എല്ലാം അവസാനിക്കട്ടെ എന്ന പോലെ. പക്ഷെ ഇത്തരം നിമിഷങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ഒരു വിചിത്രമായ ശക്തി ഉണരും. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊരു നിമിഷം, അങ്ങനെ ഒരു അവസ്ഥ. അവസാന നിമിഷത്തിൽ ജോണിന്റെ ശരീരത്തിൽ ഒരു അതിശക്തമായ അഡ്രിനലിൻ റഷ് ഉണ്ടായി. അവൻ കൈ വെള്ളത്തിനുള്ളിലേക്ക് നീട്ടി. എന്തെങ്കിലുമൊക്കെ തന്റെ കയ്യിൽ കിട്ടുമോ എന്ന് നോക്കി. ഒരു വലിയ കല്ല് തട്ടി. അത് പിടിച്ചുകൊണ്ട് സിംഹത്തിന്റെ വായ്ക്ക് നേരെ അവൻ ശക്തമായി അടിക്കാൻ തുടങ്ങി. 1, 2, 3 അടി. സിംഹം വായ വിട്ടു. ഒരു കുറച്ചടി പിന്നിലേക്ക് പോയി. ഇപ്പൊ ജോണിന്റെ ലക്ഷ്യം ഒന്ന് മാത്രം, ഏതെങ്കിലും വിധത്തിൽ കാറിലെത്തണം. കാറിനുള്ളിലെത്തിയാൽ രക്ഷപ്പെടും. പക്ഷേ സിംഹം ഏകദേശം 10-12 അടി അകലത്തിൽ നിന്നും ഗർജിക്കുകയാണ്. കണ്ണുകൾ മുഴുവനും ജോണിന്മേലാണ്. ഈ നിമിഷത്തിൽ ജോൺ ഏറ്റവും ശരിയായ തീരുമാനം എടുത്തു. അവൻ തിരിഞ്ഞ് ഓടാനൊന്നും ശ്രമിച്ചില്ല. സിംഹത്തിന് തന്റെ പിൻവശം കാണിച്ചു കൊടുത്തില്ല. അവൻ സിംഹത്തിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. പതിയെ പതിയെ ഓരോ ചുവടുകളായി വയ്ക്കാമെന്നവൻ തീരുമാനിച്ചു. ആ രക്തം വാർന്ന കാലുകളോടെ ഓരോ അടിയും വെച്ച് അവൻ കാറിലേക്ക് നീങ്ങി. ഇഴഞ്ഞു പോകാതെ അവൻ പതിയെ എഴുന്നേറ്റ് രക്തം വാർന്നൊഴുകുന്ന ആ കാലുകൾ കൊണ്ടവൻ പതിയെ പതിയെ നടന്നു. കാരണം ഇഴഞ്ഞാൽ കൂടുതൽ ബലഹീനനായി തോന്നപ്പെടും. കാറിനടുത്തെത്തി അവൻ വാതിൽ തുറക്കാൻ ശ്രമിച്ച ആ നിമിഷം അവൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ ആ ഗർജിച്ചു കൊണ്ടിരുന്ന സിംഹത്തിന്റെ ശബ്ദം പെട്ടെന്ന് നിശബ്ദമായി. എന്നാൽ അടുത്ത സെക്കൻഡ് സിംഹത്തിന്റെ ഗർജനം അതിശക്തമായി മാറി. കാറ് പിടിച്ചു നിൽക്കുകയായിരുന്ന ജോൺ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, സിംഹം തന്റെ അടുത്തെത്തിയോ എന്ന്. പക്ഷെ അവനെ ഞെട്ടിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഒരു സിംഹമല്ല, 5 സിംഹം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അവനെ ചുറ്റി വൃത്തമായി നിൽപ്പുണ്ട്. പതിയെ ഗർജിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട്. എല്ലാം വേഗത്തിൽ അവന്റെ ദിശയിലേക്ക് പാഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നേരിട്ട് കടിച്ചില്ല. പകരം അവരുടെ മൂർച്ചയുള്ള നഖങ്ങളാൽ പ്രഹരിക്കാൻ തുടങ്ങി. ഒരാൾ കാലിൽ, മറ്റൊരാൾ ചുമലിൽ, മറ്റൊരാൾ നടുവിൽ. സിംഹത്തിന്റെ നഖങ്ങൾ വാളുപോലെ മൂർച്ചയുള്ളതാണ്. ഓരോ പ്രഹരത്തിലും ജോണിന്റെ ശരീരത്തിൽ പതിയെ പതിയെ മുറിവുകൾ വരാൻ തുടങ്ങി. പല ഭാഗങ്ങളിൽ നിന്നും വീണ്ടും രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് വ്യക്തമാണ്. അവനെ നിലത്ത് വീഴ്ത്തുക, ശേഷം അവനെ ആക്രമിക്കുക, വലിച്ചിഴച്ചു കൊണ്ടുപോവുക. പക്ഷെ അതിനു മുൻപ് ജോൺ അവസാന ശ്രമം നടത്തി. കാറിന്റെ വാതിൽ തുറന്നു. അകത്തേക്ക് കയറി വാതിലടച്ചു. സിംഹങ്ങൾ പുറത്ത്, ജോൺ ഇപ്പോൾ അകത്ത്. പക്ഷെ അടുത്ത നിമിഷം മറ്റൊരു സംഭവം ഉണ്ടായി. കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കീ ഇല്ല. പോരാട്ടത്തിനിടെ ആ കീ താഴെ വീണിട്ടുണ്ട് സിംഹങ്ങളുടെ അടുത്ത്. ജോൺ മനസ്സിലാക്കി, ഇതാണ് അവസാന നിമിഷം. കാറിൽ നിന്നും ഇറങ്ങി കീ എടുക്കുക എന്നത് അസാധ്യമാണ്. ഒരു നിമിഷം പോലും അവൻ ആലോചിച്ചില്ല. അവനൊരു തീരുമാനമെടുത്തു. സിംഹങ്ങളുടെ മുന്നിൽപ്പെട്ട് ക്രൂരമായി മരിക്കുന്നതിനേക്കാൾ ഇവിടെ ഇരുന്ന് പതുക്കെ മരിക്കാം. കാറിനുള്ളിൽ ശാന്തമായി അവൻ ഇരുന്നു. സമയം കടന്നുപോയി. ഏകദേശം 45 മിനിറ്റായി. ബോധം പോകുന്ന അവസ്ഥ. ഇപ്പോൾ പെട്ടെന്ന് ഒരു വലിയ തോക്കിന്റെ ശബ്ദം കേട്ടു. അവന്റെ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. സിംഹങ്ങൾ ഭയന്നോടുകയാണ്. അവൻ അടുത്ത് കേട്ടത് ക്യാമറ ഷട്ടറുകളുടെ ശബ്ദം. ക്ലിക്ക് ക്ലിക്ക്. ആ സമയത്ത് ഒരു ജംഗിൾ സഫാരി വാഹനം ആ പ്രദേശത്ത് വരുന്നുണ്ടായിരുന്നു. ഡ്രൈവർ നടുവിൽ നിൽക്കുന്ന ലാൻഡ് റോവറെയും അതിനു ചുറ്റുമുണ്ടായിരുന്ന സിംഹങ്ങളെയും കണ്ടു. സഫാരി വാഹനത്തിലുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ ഒരു റൈഫിൾ ഉണ്ടായിരുന്നു. അവൻ ആകാശത്തേക്ക് നോക്കി വെടിവെച്ചു. സിംഹങ്ങൾ ഭയന്ന് ഓടിപ്പോയി. ടൂറിസ്റ്റുകളും ഫോട്ടോഗ്രാഫർമാരും ദൂരത്ത് നിന്ന് ഈ ഒരു കാഴ്ച പകർത്തിയിരുന്നു. സിംഹങ്ങൾ മതിയായ അകലം പാലിച്ചതിന് ശേഷം അവരെല്ലാവരും താഴേക്കിറങ്ങി. ജോണിന്റെ കാറിനടുത്തേക്ക് എത്തി.
വാതിൽ തുറന്ന് ഏകദേശം ബോധരഹിതനായിരുന്ന ജോണിനെ പുറത്തേക്കെടുത്തു. അവനെ സഫാരി വാഹനത്തിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അരമണിക്കൂർ യാത്രയായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുറച്ചു സമയം വൈകിയിരുന്നുവെങ്കിൽ രക്ഷിക്കാനേ ആകില്ലായിരുന്നു എന്ന്. ജോണിന്റെ ശരീരത്തിലെ മുറിവുകൾ അടയ്ക്കാൻ ഡോക്ടർക്ക് 10 50 അല്ല, മുഴുവനായും 250 സ്റ്റിച്ചുകൾ ഇടേണ്ടി വന്നു. അത്ഭുതകരമായി ജോൺ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. പിന്നീട് നിരവധി ഇന്റർവ്യൂസ് അവൻ നൽകി. തന്റെ അനുഭവം പങ്കുവച്ചു. എങ്ങനെ ഭയം കൈകാര്യം ചെയ്തു, എങ്ങനെ സർഫ്ബോർഡിനെ ഒരു ഷീൽഡാക്കി മാറ്റി, എങ്ങനെയാണ് ജീവിക്കാൻ അവസാനം വരെയും പോരാടിയത് എന്നൊക്കെ. അവൻ തന്റെ ഓഫീസിൽ പിന്നീട് ആ തകർന്ന സർഫ്ബോർഡിനെ ഒരു സ്മാരകമായി തൂക്കി വെച്ചു. ഓരോ തവണ അത് കാണുമ്പോഴും ജീവിതം എത്ര വിലപ്പെട്ടതാണെന്ന് അവൻ ഓർത്തു. അതിനുശേഷം ജോൺ ഒരു മോട്ടിവേഷൻ സ്പീക്കറായി തന്റെ കരിയർ ആരംഭിച്ചു. ഇന്നും ആളുകളെ പ്രചോദിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിലേറെ ഭാഗ്യവാനായ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവിതം അത്യന്തം വിലപ്പെട്ടതാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ അടിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാം, പക്ഷേ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജീവിതത്തെ വിലമതിക്കുക. ഇന്ന് ആ വ്യക്തി ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ അതിശയകരമായ സംഭവത്തെക്കുറിച്ച് ആളുകളോട് പറയുന്നു. നിങ്ങൾ തന്നെ പറയുക, ഇതിലും കൂടുതൽ ഭാഗ്യവാനായ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമന്റിൽ പറയാം. അതുപോലെ ഇതുപോലുള്ള മറ്റൊരു മോട്ടിവേഷണൽ കഥ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരും നിങ്ങൾക്ക് താഴെ നിർദ്ദേശിക്കാം. നിങ്ങൾക്ക് എന്നോട് വ്യക്തിപരമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഇതുപോലുള്ള ഒട്ടനവധി യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പോകുന്നതിന് മുൻപായി ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്ക് എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ചെയ്യുന്ന ഇല്ല കഴിക്കാം. അങ്ങനെ 5 ഉറങ്ങാൻ വന്നു. അപ്പോൾ 5 മണി ഉറങ്ങാൻ അപ്പിക്കാൻ പോകുന്നു മുട്ടക്കറി പൊറോട്ട. അങ്ങനെ അവർ വരികയാണെങ്കിൽ വരികയാണെങ്കിൽ അപ്പം അടി സച്ചുവിനെ കൊണ്ട് പോകുന്നു. അപ്പോൾ വരികയാണെങ്കിൽ ഇതിൽ കിടക്കാം അല്ലെങ്കിൽ വരട്ടെ. അപ്പോൾ അത് മൂടി വെച്ചിരിക്കുന്നു. അതാണ് ചോദിക്കാവുന്നു. തലയും അപ്പോൾ ചോറുണ്ട്. വെളിവും കിട്ടില്ല. ശകല ചോറ് അങ്ങനെ ഇറങ്ങുന്നില്ല. സമയത്തിന് കിട്ടില്ലേ? പാത്രത്തിൽ ഒന്നും കൊണ്ടുപോകില്ല. അടച്ചു സമയം എത്രയും ശരി. One eternity later. എവിടെ നിർത്തി? പക്ഷെ ഉടൻ തന്നെ മറ്റൊരു ചിന്ത മനസ്സിൽ വന്നു.